ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യാവുന്ന മൾട്ടി വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ കിറ്റ് ആണിത്. ഈ ഹെയർ കിറ്റിൽ 6 സ്ട്രിപ്സ് ആണ് ഉള്ളത്. ഒരു ഹെയർ ഗ്രോത്ത് ട്രീറ്റ്മെന്റിനുള്ള ഹെയർ കിറ്റാന്നും പറയാം. നല്ല മുടി കൊഴിച്ചിലുണ്ട്, മുടിയുടെ കട്ടി ഭയങ്കര കുറഞ്ഞു വരുന്നുണ്ട്, മുടി വേഗം വേഗം പൊട്ടിപ്പോകുന്നുണ്ട്, മുടി മൊത്തത്തിൽ ഭയങ്കര ഡാമേജ് ആണ്. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ കെയർ ട്രീറ്റ്മെന്റ് കിറ്റും കൂടിയാണിത്. ബയോട്ടിനും അമിനോ ആസിഡ്സും ഫോളിക് ആസിഡൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാപ്സൂളും ടാബ്ലറ്റും ആണ് കഴിക്കേണ്ടത്. സാധാരണ സപ്ലിമെന്റ് കഴിക്കുന്ന പോലെ സിംഗിൾ ടാബ്ലറ്റ് ഡെയിലി കഴിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും രാവിലെയും രാത്രിയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാപ്സൂളും ടാബ്ലറ്റും ഉണ്ട്. അത് നോക്കി കൃത്യമായിട്ട് വേണം കഴിക്കാന്. ഹെയർ കിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ബോക്സിന്റെ സൈഡിലായിട്ട് ഓരോ ടാബ്ലറ്റും ക്യാപ്സൂളും ഏത് ദിവസം ഏത് നേരം കഴിക്കണമെന്നും എത്ര സ്ട്രിപ്സ് ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹെയർ കിറ്റിലെ ആദ്യത്തെ സ്ട്രിപ്പാണിത്. ഇതിനകത്ത് 8 ക്യാപ്സൂളാണ് ഉള്ളത്. ഈ ക്യാപ്സൂള് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കഴിക്കേണ്ടത്. ഈ ക്യാപ്സൂൾസിൽ മെയിൻ ആയിട്ട് ബയോട്ടിനും മിനറൽസും വൈറ്റമിൻസും ആന്റിഓക്സിഡൻസ് ഒക്കെയാണ് ഉള്ളത്. ഈ സ്ട്രിപ്പിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ലിസ്റ്റും അത് എത്ര ഗ്രാമുമാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന പ്രോട്ടീന്റെ അളവും എനർജി ലെവലും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സ്ട്രിപ്പാണ്. 8 ടാബ്ലറ്റ് ആണ് ഉള്ളത്. ഇത് മൺഡേയും ടേസ്റ്റേയും രാത്രി ഡിന്നറിന് ശേഷമാണ് കഴിക്കേണ്ടത്. എല്ലാ സ്ട്രിപ്പിന്റെയും ബാക്ക് സൈഡിലും അതിനകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളതെന്നും ഓരോന്നും എത്ര ഗ്രാമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ കഴിക്കുന്ന ക്യാപ്സൂൾസിലും അതുപോലെ രാത്രി ഡിന്നറിന് ശേഷം കഴിക്കുന്ന ടാബ്ലറ്റിനും ഡിഫറെന്റ് ആയിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഗ്രീൻ കളർ വരുന്ന ഈ സ്ട്രിപ്പ് മൂന്നാമത്തെ സ്ട്രിപ്പാണ്. അമിനോ ആസിഡ്സും മിനറൽസും നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ട്രാക്ട് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ടാബ്ലറ്റ് ട്യൂസ്ഡേയും ഫ്രൈഡേയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കഴിക്കേണ്ടത്. തേർഡ് സ്ട്രിപ്പിൽ വരുന്ന ടാബ്ലറ്റ് ട്യൂസ്ഡേയും ഫ്രൈഡേയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ ഫോർത്ത് സ്ട്രിപ്പിലെ ടാബ്ലറ്റ് രാത്രി ഡിന്നറിന് ശേഷം ട്യൂസ്ഡേയും ഫ്രൈഡേ ആണ് കഴിക്കേണ്ടത്. 8 ടാബ്ലറ്റ് ആണ് ഫോർത്ത് സ്ട്രിപ്പിലുള്ളത്. അയണും സിട്രസും ബ്രഹ്മിയും വൈറ്റമിൻസും മിനറൽസ് ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ളത്. എല്ലാ ടൈപ്പ് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഇത് കംപ്ലീറ്റ് ഒരു ഹെയർ തെറാപ്പി കിറ്റും കൂടിയാണ്. ഇത് വുമണിന് മാത്രമല്ല മെന്നിനും യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ കിറ്റാണ്. പിന്നെ വരുന്ന 2 സ്ട്രിപ്പാണ്, 5ാമത്തെ സ്ട്രിപ്പും 6ാമത്തെ സ്ട്രിപ്പും. ഇത് രണ്ടിലും 8 ക്യാപ്സൂൾ വെച്ചാണ് ഉള്ളത്. 5ാമത്തെ സ്ട്രിപ്പിൽ ഫോളിക് ആസിഡും സിങ്കും മിനറൽസും പ്രോട്ടീൻസും ആണ് ഉള്ളത്. ഇത് ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇത് യൂസ് ചെയ്യാം. 6ാമത്തെ സ്ട്രിപ്പില് ബയോട്ടിനും സിങ്കും വൈറ്റമിൻ B6ഉം ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് രാത്രി ഡിന്നർ കഴിഞ്ഞ് യൂസ് ചെയ്യാം. ഹെയർ ഫോള് തടയാനും ഹെയർ ഗ്രോത്തിനും മാത്രമല്ല വൈറ്റമിൻ B9 ഉള്ളതുകൊണ്ട് തന്നെ ഗ്രേ ഹെയർ ഉണ്ടാകുന്ന പ്രിവെന്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഒരു 6 മാസം കൂടുമ്പോൾ 1 മാസം ഈ ഹെയർ കിറ്റ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സ് കഴിഞ്ഞവർക്ക്, ഏജിങ് മൂലം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ തുടങ്ങുന്നവർക്ക് ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഹെയർ റൂട്ട് ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്തി ഹെയർ കിട്ടും. സ്ട്രെസ് മൂലവും അതുപോലെ മിനറൽസിന്റെ വൈറ്റമിൻസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഹെയർ ഫോളിനാണ് ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ലോജി ഹെയർ വുമൺ ടാബ്ലറ്റ്. ഗേൾസിന് മാത്രമല്ല ബോയ്സിനും യൂസ് ചെയ്യാം. ബോയ്സ് യൂസ് ചെയ്യുമ്പോൾ ലോജി ഹെയർ മെന്ന് വേണം മേടിച്ച് യൂസ് ചെയ്യാൻ. ബയോട്ടിനും കൊളാജനും ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റും വൈറ്റമിൻസും മിനറൽസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2-3 മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് വരാറുണ്ട്. നല്ല തോതിലുള്ള ഹെയർ ഫോൾ ആണെങ്കിൽ ഹെയർ കിറ്റ് തന്നെ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ ലോജി ഹെയർ ടാബ്ലറ്റ് തന്നെ ധാരാളമാണ്.